നിന്നും അറിവ് സമ്പാദിക്കുക. ഈ നിലയിലൂടെ പരസ്പരം കൊടുത്തും കൊണ്ടും മുന്നോട്ട് പോയി കൊണ്ടിട്ടാണ് കേരളം ഇന്നത്തെ പോലെ ഉള്ള കേരളമായി മാറിയത്. പണ്ഡിറ്റ് കറുപ്പനെ പോലെയുള്ള സാംസ്കാരിക നായകന്മാർ നിരവധി പേര് ഈ മനുഷ്യവിരുദ്ധമായ ആശയങ്ങളെ സമൂഹത്തിൽ നിന്നും കെട്ടിക്കെട്ടിക്കുന്നതിന് വേണ്ടി, നമുക്കറിയാം റോട്ടിൽ നടക്കാൻ പാടില്ല എന്ന് നമുക്ക് സൂചിപ്പിച്ചല്ലോ. അങ്ങ് കൊച്ചിയിലെ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് റോട്ടിലൂടെ നടക്കാനായിട്ട് അവകാശം നിഷേധിക്കപ്പെട്ട കാലഘട്ടത്തിലും കരയിലല്ലേ നിങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടത്, കായലിൽ അല്ലല്ലോ എന്ന മുദ്രാവാക്യം അവർ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കായലിൽ ഒത്തുകൂടാൻ എന്ന് പ്രഖ്യാപിക്കുകയും വള്ളങ്ങൾ കൂട്ടിക്കെട്ടി യോഗം നടത്തുകയും സമ്മേളനം നടത്തുകയും, അതാണ് കേരള ചരിത്രത്തിലെ കായൽ സമ്മേളനം എന്നറിയപ്പെടുന്നത്. വളരെ ധീരമായ പ്രഖ്യാപനം. കരയിൽ നടക്കാനുള്ള, കരയിൽ പ്രവേശിക്കാനുള്ള മനുഷ്യന്റെ അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് ഒരു കൂട്ടം സവർണ മേധാവിത്വം കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ തീട്ടൂരങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് ഞങ്ങൾ കായലിൽ ഇടം നേടിക്കൊണ്ട് അവിടെ സമ്മേളിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ദുർഭരണത്തിനെതിരെ, ഇത്തരം മനുഷ്യവിരുദ്ധമായ ആശയങ്ങൾക്കെതിരെ സംഘടിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന കായൽ സമ്മേളനം അടക്കമുള്ള ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ആഹ്വാനം, ശ്രീനാരായണ ഗുരുവിന്റെ ആഹ്വാനം, ആ ആഹ്വാനത്തെ തിരുത്തിക്കൊണ്ട് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം എന്ന് പ്രഖ്യാപിച്ച സഹോദരൻ അയ്യപ്പൻ. നിരവധി പേര് എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് പേരെ പറയേണ്ടി വരും. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഇത്തരത്തിലുള്ള സാംസ്കാരിക നായകന്മാരുടെ നിരന്തരമായ കർമ്മ പരിപാടികളിലൂടെയാണ് മനുഷ്യർ വസിക്കുന്ന ഇടമായി ഈ കേരളം എന്ന ഭൂപ്രദേശം മാറിയത് എന്നർത്ഥം. ഈ മാറ്റത്തെ കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വവും നമുക്കുണ്ട് എന്ന് ബാലബോധിനി വായനശാല നൽകുന്ന ഈ പുരസ്കാരം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇന്ന് നമ്മൾ നിവസിക്കുന്നത് അതിഭീകരമായ ഒരവസ്ഥയിലൂടെയാണ്. അതും ഒരുപാട് ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ശാസ്ത്രവിരുദ്ധമായ ഒരുപാട് ആശയങ്ങൾ, മനുഷ്യവിരുദ്ധമായ ഒരുപാട് ആശയങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകമാനം ഭരണാധികാരികളുടെ തണലിൽ അവരുടെ അനുഗ്രഹ ആശിസ്സുകളോട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ അവസ്ഥാവിശേഷം ഇന്ത്യയിൽ സംജാതമായിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന 42ാം ഭരണഘടന ഭേദഗതിയോടുകൂടി ശ്രീമതി ഇന്ദിരാഗാന്ധി 1976 നടത്തിയ ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി, ആ ഭേദഗതിയിലൂടെ ഉൾച്ചേർക്കപ്പെട്ട ആശയങ്ങളിൽ വളരെ പ്രധാനമാണ് 51A(H) ഉപവകുപ്പ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഈ ഗ്രന്ഥശാലയുടെ അധീനത്തിലുള്ള വീടുകളിലേക്ക് നിങ്ങൾ വിതരണം ചെയ്തപ്പോൾ അതിൻ്റെ ആമുഖം കൃത്യമായി വായിക്കുകയും ആ ആമുഖത്തിൽ പ്രകാശിപ്പിക്കപ്പെടുന്ന മനോജ്ഞമായ, ഉദാരമായ, ഉദാത്തമായ ദാർശനിക സങ്കല്പങ്ങളെ വിശദീകരിക്കാൻ ശ്രമിക്കുകയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ വിശദീകരിക്കേണ്ട ഒന്നാണ് 51A(H) ഉപവകുപ്പ്. ആ ഉപവകുപ്പ് പറയുന്നത് ഓരോ ഇന്ത്യൻ പൗരന്റെയും ഉത്തരവാദിത്വം, കടമ, ശാസ്ത്രീയമായ അവബോധം, ശാസ്ത്രാവബോധം സ്വന്തം വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല സമൂഹത്തിലാകമാനം പ്രചരിപ്പിക്കേണ്ടതിൻ്റെ ബാധ്യത ഓരോ പൗരനുമുണ്ട് എന്നാണ്.
സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങള്, അസമത്വങ്ങള്, അനീതികള് വിമർശനപരമായി വിമർശിക്കാനുള്ള അവകാശം, ആ അവകാശം ഓരോ ഇന്ത്യൻ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. കഴിഞ്ഞില്ല. സ്വയം പുതുക്കപ്പെടാനുള്ള സന്നദ്ധത, കാലത്തിനനുസരിച്ച്, കാലത്തിന്റെ പുരോഗതിക്കനുസരിച്ച് സ്വന്തം മനസ്സിനെ പുഷ്ടിപ്പെടുത്തുവാനും പരിഷ്കരിക്കാനുള്ള ബാധ്യത ഓരോ ഇന്ത്യൻ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ഇങ്ങനെ പല വിധത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് ഇന്ത്യൻ ഭരണഘടന നമ്മോട് പറയുന്നു. പക്ഷേ വർത്തമാനകാല പരിതോവസ്ഥകൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരുപാട് ശാസ്ത്രവിരുദ്ധമായ ആശയങ്ങൾ, ചരിത്രവിരുദ്ധമായ ആശയങ്ങൾ, ആ ആശയങ്ങൾ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങളിൽ ഉൾച്ചേർത്തുകൊണ്ട് ശാസ്ത്രീയമായ ചിന്തയിൽ നിന്നും, വിമർശനാത്മകമായ ചിന്തയിൽ നിന്നും, ചരിത്രപരതയിൽ നിന്നും അവന്റെ മനസ്സിനെ പിടിച്ചകറ്റി അവിടെ മുഴുവനും അന്ധവിശ്വാസവും അനാചാരങ്ങളും ജാതീയമായ ചിന്തകളും കുത്തിനിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഒരുപാട് കാലമായി ഇന്ത്യയിൽ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യയിലെ ഭരണാധികാരികളായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വമാണ് എന്നുള്ളത് നമ്മെ ഭയപ്പെടുത്തുന്നു. ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് അടക്കമുള്ള ശാസ്ത്രീയമായ ചിന്തകളെ പ്രസരിപ്പിക്കേണ്ട വേദികളിലും ആ വേദികളിൽ ചെന്ന് ശാസ്ത്രവിരുദ്ധമായ ആശയങ്ങൾ പ്രസംഗിക്കുക. ഒരുപാട് ഉദാഹരണങ്ങൾ ഉദ്ധരിക്കാനുണ്ട്. ഒന്ന് രണ്ടെണ്ണം പറയാം, അല്ലേ? അടുത്ത കാലത്ത് ഒരുപാട് ചർച്ച ചെയ്ത ഒന്നാണ് പ്ലാസ്റ്റിക് സർജറി. പ്ലാസ്റ്റിക് സർജറി, ഇന്ത്യ പ്ലാസ്റ്റിക് സർജറിയുടെ നാടാണ്. ഇവിടെ നിന്നാണ് പ്ലാസ്റ്റിക് സർജറി എന്ന ആശയം രൂപപ്പെട്ടത് എന്ന് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൽ വന്ന് പ്രസംഗിക്കുന്നത് ഇന്ത്യൻ ഭരണാധികാരിയാണ്. ആരാണ് ഞാൻ പറയുന്നില്ല. ഇന്ത്യൻ ഭരണാധികാരി പ്രഖ്യാപിക്കുകയാണ് പ്ലാസ്റ്റിക് സർജറിയുടെ നാട് അത് ഇന്ത്യയാണ്. പ്ലാസ്റ്റിക് സർജറി ആധുനികമായ ഒരു ശാസ്ത്ര സങ്കല്പമാണ്. അത് ആധുനികമാണ്. അത് പുരാണ കൃതികളിലും മറ്റും കണ്ടെത്തേണ്ട ഒന്നല്ല. കാരണം ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ സാക്ഷാത്കരിച്ച ശാസ്ത്രീയമായ ആശയമാണ് അത്. പക്ഷേ ഇന്ത്യൻ പുരാണങ്ങളിലെ കെട്ടുകഥകളെ, ഐതിഹ്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഇതാ തെളിവ്. എന്താ തെളിവ്? ഗണപതിയുടെ തല മാറ്റി, അല്ലെങ്കിൽ ഗണപതിയുടെ മൂക്ക് നീട്ടി. ഗണപതിയുടെ തല മാറ്റിയെടുത്തതും ഗണപതിയുടെ തല മൂക്ക് നീട്ടിയെടുത്തതും ഒക്കെ പ്ലാസ്റ്റിക് സർജറിയുടെ ഉദാഹരണമായി ഇന്ത്യൻ ഭരണാധികാരികൾ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൽ വന്ന് പ്രഖ്യാപിക്കുമ്പോൾ മിസ്റ്റർ സോ പ്രധാനമന്ത്രിയാകാം, ആഭ്യന്തരമന്ത്രിയാകാം, ആരുമാകാം, മിസ്റ്റർ അങ്ങ് പറയുന്നത് ശാസ്ത്രവിരുദ്ധമായ ആശയമാണ്. അത് ശാസ്ത്രമല്ല, അത് ഐതിഹ്യമാണ്. ഐതിഹ്യത്തെ, കെട്ടുകഥകളെ അതേ രീതിയിലാണ് വായിച്ചെടുക്കേണ്ടത് എന്ന് പറയാനുള്ള ആർജവം നഷ്ടപ്പെട്ട ശാസ്ത്രകാരന്മാര് തിങ്ങിക്കൂടിയ കൂട്ടായ്മയായി ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് മാറുന്നു എന്നർത്ഥം. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ചരിത്രാതീതമായ കാലഘട്ടത്തില് മനുഷ്യന് ഇരുമ്പ് കണ്ടെത്തുന്നതിന് മുമ്പ് പോലും നമ്മുടെ പൂർവികന്മാര്, ഇന്ത്യക്കാര് ഗോളാന്തര യാത്ര നടത്തിയിരുന്നവരായിരുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇത്തരത്തില് നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിയും. ഈ ഉദാഹരണങ്ങളിലൂടെ അവർ സ്ഥാപിക്കുന്നത് ആധുനികമായ ശാസ്ത്രം, ആ ശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങള്, ആ ആശയങ്ങളെ മുഴുവനും ഇന്ത്യൻ മനസ്സിൽ നിന്നും തുടച്ചു കളയുവാനും അവിടെയൊക്കെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മറ്റും കാണുന്ന കെട്ടുകഥകളും ശാസ്ത്രവിരുദ്ധമായ ആശയങ്ങളും ഐതിഹ്യങ്ങളും കുട്ടിനിറയ്ക്കാനുള്ള ഒരു കർമ്മ പദ്ധതിയായിട്ട് അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണാധികാരികൾ പോലും ഇങ്ങനെയാണ്, ഇതിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്.
തൃശ്ശൂരിലെ ജനങ്ങൾ ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. എനിക്ക് അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായി ജനിക്കണമെന്നതാണ് എൻ്റെ സ്വപ്നം എന്ന് ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നാമധേയം ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന ഒരു തലമുറ, ആ തലമുറ നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അങ്ങനെ മനുഷ്യവിരുദ്ധമായ ജാതീയമായി ചിന്തിക്കുകയും അന്ധവിശ്വാസങ്ങളെ മാറോടണയ്ക്കുകയും ചെയ്യുന്ന ഒരു തലമുറയായിട്ട് നവോത്ഥാന ചിന്തകളെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യവിരുദ്ധമായ ചിന്തകളെ താലോലിക്കുന്ന ഇടമായി മനുഷ്യൻ നിവസിക്കുന്ന ദൈവത്തിന്റെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത തിരിച്ചറിയേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഗ്രന്ഥശാലകളുടെ തിരുമുറ്റങ്ങളാണ് മനുഷ്യവിരുദ്ധമായ അത്തരം ആശയങ്ങളെ തടഞ്ഞു നിർത്തുന്നതിനും ഏറ്റവും ഫലപ്രദമായ ഇടങ്ങൾ. പൊതു ഇടങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൊതു ഇടങ്ങൾ, പൊതുസമൂഹം ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഗ്രന്ഥശാലകൾ മാത്രമാണ് ഒരുപക്ഷെ എല്ലാ ജാതിക്കാർക്കും എല്ലാ മതക്കാർക്കും ആബാലവൃദ്ധം ജനങ്ങൾക്കും ഒരുമിച്ച് കൂടാൻ കഴിയുന്ന ഒരേ ഒരു ഇടം എന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാല പരിതോവസ്ഥയിലും ഗ്രന്ഥശാലകളുടെ ഉത്തരവാദിത്വം വളരെ വളരെ ഏറെയാണ്. സാഹിത്യകാരന്മാരുടെ ഉത്തരവാദിത്വം വളരെ വളരെ ഏറെയാണ്. കവികളുടെ ഉത്തരവാദിത്വം വളരെ വളരെ ഏറെയാണ്. മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ, മനുഷ്യനാണ് പരമപ്രധാനം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനം, ഒരു മാതൃകാ സംസ്ഥാനം, ഒരു മാതൃകാ രാജ്യം അല്ല, ഒരു മാതൃകാ ലോകം. അത് കെട്ടിപ്പടുക്കാനുള്ള ഉത്തരവാദിത്വം മനുഷ്യനാണ്, അവന്റെ ഇച്ഛയ്ക്കാണ്, അവന്റെ അധ്വാനത്തിനാണ് എന്ന് അവനോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതായ ഒരു കാലഘട്ടം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക പ്രവർത്തകനെ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥശാല പ്രവർത്തകനെ നിറപറയും നിലവിളക്കുമായി ഭരണകൂടം എതിരേൽക്കുകയില്ല എന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. സമൂഹത്തിൽ വ്യാപകമായ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരെ നിശബ്ദരാകാൻ, അവരെ നിശബ്ദീകൃത സംസ്കാരത്തിന് ഉടമകളാക്കി മാറ്റുന്നതിന് വേണ്ടിയും ഭരണകൂടം സദാ ജാഗ്രതയോടുകൂടി വർത്തിക്കുകയാണ്. ജയിലറകളും തൂക്കുമരങ്ങളും ഒക്കെ അവർക്ക് വേണ്ടി സദാ സന്നദ്ധമായി തുറന്നിട്ടിരിക്കുക ആണ് ഇന്ത്യയിൽ. ഒരുപാട് ഉദാഹരണങ്ങളൊന്നും ഞാൻ കണ്ടെത്തുന്നു. ഒരുപാട് ആളുകൾ വർത്തമാനകാല പരിതാവസ്ഥയിൽ, ഒരുപാട് പത്രപ്രവർത്തകർ, ഒരുപാട് സാഹിത്യകാരന്മാർ, അവർ ചെയ്യുന്ന കുറ്റം എന്ന് പറയുന്നത് മനുഷ്യനെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവന്റെ തൂലിക പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ തൂലിക പ്രയോഗിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭരണാധികാരികൾ അവരെ വേട്ടയാടാൻ ആരംഭിക്കുമ്പോൾ അവർക്ക് വേണ്ടി ജയിലറകൾ തുറക്കപ്പെടുമ്പോൾ തന്റെ ജീവിതം ഈ സമൂഹത്തിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ഈ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഇന്ധനമാണ് എന്റെ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ജയിലഴികൾ പിടിച്ച് കുലുക്കി ഉറക്കെ തൊണ്ടകൾ പൊട്ടി ചങ്കിലിടിച്ച് പാടേണ്ട ഉത്തരവാദിത്വം, അങ്ങനെ ഉറക്കുപാട്ടിന് ബദലായി ഉണർത്തുപാട്ടിന്റെ ശീലുകൾ സമൂഹത്തിലാകമാനം വ്യാപിപ്പിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ മനസ്സിലാക്കുന്നു, ഗ്രന്ഥശാല പ്രസ്ഥാനം മനസ്സിലാക്കുന്നു, അതിന്റെ പ്രവർത്തകർ മനസ്സിലാക്കുന്നു. ആ പ്രക്രിയയിലൂടെ മുന്നോട്ടു പോകാനുള്ള ആർജവം ബാലബോധിനി വായനശാലയുടെ ഈ പുരസ്കാര ദാന ചടങ്ങില്, ആ പുരസ്കാരത്തിന്റെ പ്രഖ്യാപനം തന്നെ അതാണ്. സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി, സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നാം ജീവിക്കുന്ന സാമൂഹ്യ ചുറ്റുപാടിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മനുഷ്യവിരുദ്ധമായ എല്ലാ ആശയങ്ങളെയും തിരസ്കരിച്ചുകൊണ്ട് മനുഷ്യ കേന്ദ്രിതമായ ഉണർവുകൾ വാരി വിതറിക്കൊണ്ട് ഇത് കേരളം
ഇനി ഒരിക്കലും ജാത്യന്തമായ ഒരവസ്ഥയിലേക്ക്, ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഉള്ള ഒരു അവസ്ഥയിലേക്ക് മാറുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ആ ആർജവം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഓരോ ഗ്രന്ഥശാലയുടെയും, ഓരോ ഗ്രന്ഥശാല പ്രവർത്തകന്റെയും, ഓരോ സാംസ്കാരിക പ്രവർത്തകന്റെയും ഉത്തരവാദിത്തമാണ് എന്ന് ബാലബോധിനി വായനശാല നൽകുന്ന ഈ പുരസ്കാരം നമ്മെ നിരന്തരമായി ഓർമ്മിപ്പിക്കുന്നു. ആ ഓർമ്മപ്പെടുത്തൽ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ, നമ്മുടെ വീടുകളെ, നമ്മുടെ മനസ്സുകളെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ വീടുകളെ ഏറ്റവും വലിയ ജനാധിപത്യ ചിന്തയുടെ ഉറവിടമായി മാറ്റിമറിക്കാൻ അവിടെ കാണുന്ന പുരസ്കാരമാണ് ഇപ്പോൾ ഈ വേദിയിൽ നൽകുന്നത്. പുരസ്കാര ജേതാക്കൾക്ക് അഭിനന്ദനങ്ങൾ. നീലേശ്വരം പള്ളിക്കര വിദ്യാപോഷിണി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ പ്രവർത്തകരാണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. അഭിനന്ദനങ്ങൾ. പള്ളിക്കര വിദ്യാപോഷിണി വായനശാല ആൻഡ് ഗ്രന്ഥാലയം. പുരസ്കാര സമർപ്പണം നടത്തിയ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. അദ്ദേഹം അറിയപ്പെടുന്ന സംസ്കൃത പണ്ഡിതനും എഴുത്തുകാരനുമാണ്. തൃശ്ശൂർ